ഹായ്, മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ്, അതായത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച 28-ാം തീയതി ബാങ്കോക്കിൽ തായ്ലൻഡിൽ ഭൂമിയൊലുക്കുണ്ടായി. അപ്പോൾ നമ്മളുടെ ഓഫീസിൽ ഇരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. ഏകദേശം 1:30-1:15 സമയത്തായിരുന്നു ഓഫീസിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു തലകറക്കം പോലെ തോന്നി. നമ്മളെല്ലാവരും ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓടി. ആദ്യത്തെ ഒരു 10 വർഷം, ഒരു 11 വർഷത്തോളം ഞാൻ തായ്ലൻഡിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനൊരു ഭൂമിയൊലുക്കം ഇപ്പോൾ ഉണ്ടായത്. സത്യം പറഞ്ഞാൽ എല്ലാവരും പേടിച്ചു, നല്ലോണം പേടിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓടിയത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം തന്നെ നോർമലായി. ബാങ്കോക്കിൽ ഒരു മോച്ചത്തിൽ ഒരു 30 നില ബിൽഡിങ് പൊട്ടി വീണു. അവിടുത്തെ കുറേ തൊഴിലാളികൾ അതിൽ കുടുങ്ങി കിടക്കുന്നതാണ് അറിയപ്പെടുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഗവൺമെൻറ് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. മ്യാൻമാറിലാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം. അപ്പോൾ മ്യാൻമാറിൽ നിന്ന് കുലുങ്ങിയെടുത്ത് തായ്ലൻഡ് ബാങ്കോക്ക് ഏരിയയിലും പിന്നെ നമ്മുടെ സമസ്തക്കോണാക്ര തുമ്പൻ ഏരിയയിലും കുറച്ചൊന്ന് അത് ഒന്ന് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാം തന്നെ നോർമലാണ്. ഇപ്പോൾ ടൂറിസ്റ്റുകളായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ ഇപ്പോൾ എയർപോർട്ടുകളും ഇവിടുത്തെ മാളുകളും ഇവിടുത്തെ ട്രാൻസ്പോർട്ട് BTS സ്കൈട്രെയിൻ എല്ലാം തന്നെ ഓപ്പൺ ആയി തുടങ്ങി. ഇപ്പം പ്രത്യേകിച്ചൊരു പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ബാങ്കോക്കിലെ ചില പഴയ ബിൽഡിങ്ങുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ചെറിയ ക്രാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ അപ്പാർട്ട്മെൻറ്റ് മാറി താമസിക്കുന്നുണ്ട്. എന്നാലും ബാങ്കോക്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് വന്നിടത്ത് ഇവിടെ നമ്മുടെ ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു, വണ്ടിയിൽ നമ്മൾ ഇൻഷുറൻസ്, അതായത് തായ്ലൻഡിൽ നമ്മൾ കാർ ഓടിക്കുമ്പോൾ ഇൻഷുറൻസ് എടുക്കണം. 1710 ഭാഗത്താണ് ഈ ഇൻഷുറൻസ് കൊടുക്കാനുള്ളത്. ഈ ഒരു സ്റ്റിക്കറുണ്ട് കേട്ടോ. ഈ സ്റ്റിക്കർ മാറ്റണം. എല്ലാ ഇയർലി നമ്മൾ ഈ സ്റ്റിക്കർ മാറ്റുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. ആ ഒരു ഓഫീസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. 1710 ഞാൻ കൊടുത്തിരുന്നു. ഒരാഴ്ച മുന്നേ ചെയ്തതാണ്. അതിൻ്റെ സ്റ്റിക്കറിന് മേടിക്കാൻ ഇൻഷുറൻസ്. ഇത് കമ്പൽസറി എടുക്കേണ്ട ഒരു ഇൻഷുറൻസ് ആണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വണ്ടി സർവീസ് ചെയ്തിരുന്നു. ടൊയോട്ട നമ്മളെ പിങ്കി ബേബി സർവീസ് എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതാണ്. 1997 ആയത്. ഓയിൽ ചേഞ്ചും ഗിയർ ഓയിലും മറ്റുള്ള സംഭവങ്ങളും ഫിൽറ്ററും എല്ലാം തന്നെ ചെക്ക് ചെയ്യാം. അത് ചെയ്തിട്ടുണ്ട്. ഇയർലി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു സ്ഥലം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സമസ്തക്കോണ ഏരിയയിൽ വരികയാണെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടും. കാരണം ഇതാണ് ആ ഒരു സെറ്റപ്പ്. ഇവിടെ നമുക്ക് ഈ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കാറിൻ്റെ പൊല്യൂഷനും മറ്റുള്ള സംഭവങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ കാറിൻ്റെ ഇൻഷുറൻസ് ഇത് കണ്ടോ, ഈ ഒരു സ്ഥലത്താണ് വരേണ്ടത്. ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും കാറിൻ്റെയും മറ്റുള്ള സംഭവങ്ങളൊക്കെ. ബൈക്കിൻ്റെ പൊല്യൂഷൻ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഇവിടെ. ഞാൻ സാധനം പോയി മേടിക്കട്ടെ. ഇതാണ് ഓഫീസ് ഉണ്ടോ, ഞാൻ കാണിച്ചു തരാം ഓഫീസ്. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ കിട്ടി കേട്ടോ. ഇതാണ് 2569, അതായത് അടുത്ത വർഷം വരെ 2568 ഇപ്പോൾ ഉള്ളത്. അടുത്ത വർഷം വരെയുള്ള സ്റ്റിക്കറാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ പുറത്ത് തന്നെ ഇൻഷുറൻസും വരുന്നുണ്ട്. ഇതാണ് ആ ഒരു ഓഫീസ്. ഇവിടെ നമുക്ക് പൊല്യൂഷൻ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യാനും മറ്റുള്ള ഇൻഷുറൻസ് എടുക്കാനും ഇങ്ങനെ ഈ സ്റ്റിക്കറിനും എല്ലാം നമുക്ക് ഈ ഒരു ഓഫീസിലേക്ക് വരാം. സമസ്തക്കോണിലെ പ്രൊവിൻസിൽ ഇവിടെ വണ്ടി വാഷ് ചെയ്യുന്ന സ്ഥലമുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് നമുക്ക് വേണമെങ്കിൽ പൈസ ഇട്ടിട്ട് വാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റി എല്ലാം ഇവിടെ ഉണ്ട്. ആ സൈഡിൽ. അപ്പോൾ ഇതാണ് ഒരു സംഭവം. ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരാം. നമ്മളെ വണ്ടി ഇതാണ്. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ ഇതാണ് കേട്ടോ. ഈ ഒരു തായ്ലൻഡിൽ നമ്മൾ എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ ഈ ഇൻഷുറൻസ് ഇയർലി നമ്മൾ മാറ്റണം. ഇത് കമ്പൽസറി ആയിട്ട് എടുക്കേണ്ട ഒരു ഇൻഷുറൻസ് ആണ്. പിന്നെ അതേപോലെ തന്നെ വണ്ടി നമ്മൾ ഇത് ഈ ഒരു സ്റ്റിക്കർ, ഈ സ്റ്റിക്കർ ഇവിടെയാണ് നമുക്ക് ഒട്ടിക്കാനുള്ളത്. ഞാൻ ഇത് കാണിച്ചു തരാം. ഇവിടെ ഈ സ്റ്റിക്കർ ഞാൻ കഴിഞ്ഞ വർഷത്തെ സ്റ്റിക്കർ നമ്മളിങ്ങനെ ഓരോ സ്റ്റിക്കറായിട്ട് ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഉണ്ടോ, അത് മാറ്റി ഉണ്ടായതാ. ഇത് 2567, 2068, 2069, 69ൻ്റെ പുതിയ സ്റ്റിക്കർ നമുക്ക് മാറ്റാം. ഇപ്പം നമ്മൾ പുതിയ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് 2569ൻ്റെ പുതിയ സ്റ്റിക്കറാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പം നമുക്ക് ഞാനിവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ തായ്ലൻഡിലെ ഇപ്പോഴത്തെ അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടോ. നമ്മളെപ്പോഴും പെട്രോൾ അടിക്കുന്ന ഒരു പെട്രോൾ പമ്പാണ് അവിടെ ഉള്ളത്. അവിടെ കോഫി ഷോപ്പും കോഫിയിൽ കുടിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ വണ്ടി. ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ റോഡിലൊക്കെ, അതായത് റോഡിൽ നല്ല ട്രാഫിക് ഉണ്ട്. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. എല്ലാം പഴയ പോലെ തന്നെ നോർമലായിട്ടുണ്ട്. എന്താ പറയുക, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എനിക്ക് ഈ സ്റ്റിക്കർ മേടിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇനി കുറച്ച് കാഴ്ചകളെ കാണിച്ചു തരാം പുറത്തിൽ. ഓക്കെ, നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാം. ഞാനല്ലേ നിങ്ങൾ ഒരു പെട്രോൾ പമ്പ് കുറച്ച് പെട്രോൾ അടിച്ചേക്കാൻ വിചാരിക്കുന്നു. പക്ഷേ പതിവിൽ നിന്ന് വിപരീതമായിട്ട് റോഡിലെല്ലാം കുറച്ച് ട്രാഫിക് കാണുന്നുണ്ട്. വേറെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. നമ്മുടെ PTT കയറിയിട്ട് ഞാൻ പെട്രോൾ അടിക്കുന്നത് കാണിച്ചു തരാം. നമ്മളെപ്പോഴും പെട്രോൾ അടിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ഇവിടെ മെയിനായിട്ട് ഉള്ള പെട്രോൾ എന്ന് പറയുന്നത്, അതായത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പെട്രോൾ പമ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ
ഇവിടുത്തെ എല്ലാ പെട്രോൾ പമ്പിനും KFCയും മറ്റേ ആമസോൺ 7ഉം സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും കണ്ടു. ഞാനെപ്പോഴും അടിക്കുന്നത് മറ്റേ ഈ ഗ്യാസ് ഹോൾ 91 എന്ന് പറയുന്ന ഒരു പെട്രോൾ ഉണ്ട്. ഇതാണ് നമ്മൾ പൊതുവെ അടിക്കാറ്. അപ്പോൾ ഇതാണ് പെട്രോൾ പമ്പ് കേട്ടോ. നമുക്ക് ആ പോയി അടിക്കാം. രണ്ട് തന്നെ KFC നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, കാവ്നിങ് 91 എന്നാണ് പറയുക പെട്രോളിൻ്റെ പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ 91-ന് 33 അധികം. കാവ്നിങ് ഹാലോ ബായ് ചായ് കാവ്നിങ് ഞാനൊരു 500 ബാത്തിന് അടിക്കാമെന്ന് വിചാരിച്ചു. 500 ബാത്തിനാണ് കാവ്നിങ് അടിക്കാൻ ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ കാവ്നിങ്ങിൻ്റെ പൈസ എന്ന് പറയുന്നത് 91 ആണ്. 91ൻ്റെ പെട്രോളിൻ്റെ പൈസ എന്ന് പറയുന്നത് 33 ബാത്താണ് വരുന്നത്. E20-ന് 31, E85-ന് ഓക്കെ ഇത് ഞാൻ അതൊന്ന് ഓപ്പൺ ആയി കൊടുത്തിട്ട്. കാവ്നിങ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളർ കാണുന്ന സാധനമാണ് ഈ കാവ്നിങ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പൈസ എന്ന് പറയുന്നത് 33. പിന്നെ 95 ഉണ്ട്, അതിന് 34 വരുന്നുണ്ട് 95-ന്. പിന്നെ ഡീസലുണ്ട്, അങ്ങനത്തെ പറയുക E20 എന്ന് പറഞ്ഞാൽ വേറെ ബ്രാൻഡ് ഉണ്ട്, അത് കുറച്ചും കൂടി താണതാണ്. 91 ആണ് ഞാൻ അടിക്കാറ് എപ്പോഴും. ഗ്യാസ് ഹോൾ 95 കുറച്ചും കൂടി നല്ലതാണ്. ഓക്കെ, അതൊക്കെയാണ് ഇവിടുത്തെ വെച്ചുള്ളത്. പെട്രോൾ പമ്പിലെല്ലാം നല്ല ഒരുപാട് വണ്ടികളും മറ്റുള്ള കോഫി ഷോപ്പുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. 7 ഓപ്പൺ ആണ് ഇവിടെ. പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. ഇതാണ് പെട്രോൾ പമ്പിൻ്റെ താഴെയുള്ള പെട്രോൾ പമ്പിൻ്റെ അവസ്ഥ. ഞാൻ ഇവിടുത്തെ ബിഗ് സി ഉണ്ട്, ചെറിയൊരു സാധാരണ തായ്ലൻഡിലെ പൊതുവെ സാധനങ്ങളിലും മേടിക്കുന്ന ബിഗ് സിയും സൂപ്പർ മാർക്കറ്റാണത്. അപ്പോൾ അടുത്ത കാഴ്ചകളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആണ് ബിഗ് സി എന്ന് പറഞ്ഞാൽ വലിയ ബോർഡ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കണ്ടോ. അപ്പോൾ നമുക്ക് ഇടത്തോട്ടാണ് പോകാനുള്ളത്. നമ്മൾ ബിഗ് സിയിൽ പാർക്ക് ചെയ്ത് കേട്ടോ വണ്ടി. നല്ല ചൂടാണ്. അപ്പോൾ തായ്ലൻഡിൽ ഇപ്പോൾ വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ നല്ല ചൂടാണ്, ഒട്ടുക്കത്തെ ചൂടാണ്. ഓഫ് സീസണാണോ, സംക്രാന്തിനാണ് അടുത്ത ആഴ്ച വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചൂടും നല്ല എന്താ പറയുക കുടയെല്ലാം ചൂടിയിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ബിഗ് സി ഇതാണ് ബിഗ് സി. അപ്പോൾ ബിഗ് സീൻ്റെ അവസ്ഥ, ബിഗ് സി എന്ന് വെച്ചാൽ ചെറിയ സൂപ്പർ മാർക്കറ്റ് ഒരു സംഭവമാണ് ഇത്. ഇതിൻ്റെ പുറത്തെല്ലാം നമുക്ക് ഇങ്ങനത്തെ ഫുഡും മറ്റുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഇതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടോ. ഇതെല്ലാം ഇപ്പോൾ ആക്റ്റീവാണ്, ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് ഭക്ഷണമെല്ലാം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുറത്ത് ലോട്ടറി വെക്കുന്ന ഒരാളെ കാണാൻ പറ്റും. ഇതാണ് 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഇത് ഓപ്പണിങ്. വെക്സിയിലെ ഫുഡ് കോർട്ടെല്ലാം ആക്റ്റീവാട്ടോ. പൊതുവിൽ നിന്ന് വിപരീതമായിട്ട് വെക്സിയിൽ നല്ല തിരക്കുണ്ട് കണ്ടോ. ഒരുപാട് ആൾക്കാർ വെക്സിയിൽ വന്നിട്ടുണ്ട്. ചൂടായ കൊണ്ടാകുന്നുണ്ട്, നല്ല അടിപൊളി തിരക്കാട്ടോ. എന്താ കുറേ മൊബൈൽ ഷോപ്പ് ഉണ്ട്, ബനാന നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ബിഗ് സിയിൽ നല്ല അടിപൊളിയായിട്ട് മസാജ് ചെയ്യുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ബിഗ് സി മസാജ് എന്നാണ് പറയുക. പറ്റുമെങ്കിൽ നമുക്കൊരു മസാജ് ചെയ്യാം, നോക്കാം. ആഫ്റ്റർ എർത്ത് മസാജ് ഷോപ്പ് ചെയ്താൽ അത് അടിപൊളി മസാജ് ഷോപ്പ്. ഡായച്ചമ്മേ ഉണ്ടായണോ മിരായ ചമ്മกี่โมง25 นาทีโหใบโมงได้ใช่ไหมใบโมงเพิ่มไม่ได้ใช่ไหมഓക്കെ ഇത് ബിഗ് സിയിലൊരു മസാജ് ഷോപ്പാണത്. നമുക്ക് അതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ തായ്ലാൻഡിൽ ഒരുപാട് മസാജ് ഷോപ്സ് ഉണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ നടന്ന് നമ്മുടെ കാലിന് മുട്ടുവേനയിലും ഉണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് ഇവിടെ തിരുമ്മിക്കാൻ ഞണ്ടുകൂടായിരിക്കും. അങ്ങനത്തെ ഒരു മസാജ് ഷോപ്പാണത്. ചെറിയ പൈസയിൽ 1 മണിക്കൂർ 2 ടൈം പാത്തോടെ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റും. എല്ലാം ആക്റ്റീവ് ആട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നു വെച്ച് കഴിഞ്ഞാൽ വെള്ളം മേടിക്കാനുണ്ട്. വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് സി വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ മറ്റേ നമ്മുടെ ഐമാക്സിൻ്റെ തിയേറ്റർ ഉണ്ട് കേട്ടോ. ഇതാ തിയേറ്ററിലോ ഇതോ സിനിമയിൽ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. പോപ്കോൺ, സോഫ്റ്റ് ഡ്രിങ്ക്, സിനിമ തിയേറ്റേഴ്സ് എല്ലാം ഓപ്പൺ ആണ്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. സംക്രാന്തായതുകൊണ്ട് സംക്രാന്തി നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ നാട്ടിലെ വിഷു പോലെ തന്നെ ഒരു വലിയൊരു വാട്ടർ ഫെസ്റ്റിവലാണ് ഈ തായ്ലൻഡിലെ സംക്രാന്തി എന്ന് പറയുന്നത്. അപ്പോൾ സംക്രാന്തി ഇതായിട്ട് ഒരുപാട് സംക്രാന്തി
ഇത് കേട്ടോ ഷർട്ട്സ് എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കളർഫുൾ സൊങ്ക്രാൻ ഷർട്ട്സ് എല്ലാം 149, ഏകദേശം 300 രൂപത്തിന് കിട്ടും. നമ്മുടെ അടിപൊളിയായിട്ട് സൊങ്ക്രാൻ ഷർട്ട്സ് നമുക്ക് താരണ്ട് കിട്ടുന്നുണ്ട്. വിക്സിൽ നമ്മൾ കുറച്ച് വെള്ളവും ടിഷ്യൂവും മറ്റുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാം. അധികം സാധനം മേടിക്കാനല്ല, ജസ്റ്റ് നിങ്ങളെ കാണിക്കേണ്ടിയിട്ടാണ് ഞങ്ങളുടെ വിക്സി വന്നത്. ഇവിടുത്തെ കാഴ്ചകളിലും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. വിക്സിയെല്ലാം ഓക്കെ നോർമലാണ് കേട്ടോ. എല്ലാവരും ആൾക്കാരും വന്ന് സാധനം മേടിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ബാങ്കോക്കിൽ. ഇവിടെ ഇല്ല ഈ വലിയ ബ്രിഡ്ജ്, ഈ മെട്രോ എന്നുണ്ട്. അത് ഈ മെട്രോ ബ്രിഡ്ജുകൾക്കൊന്നും വലിയ എന്താ പറയുക, അതിലിപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്ന ബ്രിഡ്ജുകളാണ്. പക്ഷേ ഇതിന് മുന്നേ ബാങ്കോക്കിൽ ഇപ്പോൾ എർത്ത് ഉണ്ടായത് ആ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ബിൽഡിംഗ് ആയിരുന്നു പൊട്ടി വീണത്. അതുപോലെ തന്നെ ഇവിടെയും വലിയ വലിയ ബ്രിഡ്ജുകൾ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതിനൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. റോഡിലെല്ലാം നല്ല ട്രാഫിക് ഉണ്ട്, അതാണ് എടുത്തു പറയാനുള്ളത്. നമ്മൾ പിന്നെ സെൻട്രലിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സെൻട്രലിൽ വന്നിരുന്നത് ഇവിടെ സെൻട്രലിലൊരു ഫോട്ടോഗ്രാഫീൻ്റെ ഒരു ഷോ നടക്കുന്നുണ്ടോ. ഇവിടുത്തെ ബാങ്കോക്കിൽ മറ്റുള്ള ഫോട്ടോഗ്രാഫ് അവിടുത്തെ ഫേമസ് ആയ സ്ഥലങ്ങളെ ഒരു ഫോട്ടോഗ്രാഫീൻ്റെ ഒരു പിക്ചർ ഷോ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ബാങ്കോക്കിലെ മക്കലോങ് റെയിൽവേ മാർക്കറ്റുകൾ ഇവിടുത്തെ ഫേമസ് ആയ ടൂറിസ്റ്റ് അട്രാക്ഷൻസിൻ്റെ ഉള്ളൊരു എന്താ പറയുക ഫോട്ടോസ് വെച്ചിട്ടുള്ളൊരു ഷോ കണ്ട. അടിപൊളി അതെന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും ഈ സമൂസക്കോൺ എന്ന് പറയുന്നത് ഒരു ഫിഷിംഗ് വില്ലേജാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫിഷിംഗ് വില്ലേജിൻ്റെ ബോട്ടുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു സാൾട്ട് ഫാമിങ് മറ്റുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ പല വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. സമൂസക്കോൺ എന്ന് പറയുന്ന ഏരിയയിൽ അതിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ് ഒരു ഫോട്ടോഗ്രാഫി ഉണ്ട്. പിന്നെ മറ്റൊരു അമ്പലം എന്താ പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാൾട്ട് ഫാമിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. സമൂസക്കോൺ പ്രൊവിൻസിലാണ് ഈ ഒരു സാൾട്ട് ഫാമിങ് നടക്കുന്നത്. ഉണ്ടോ അതിൻ്റെ ഫോട്ടോ. ഇത് നമ്മൾ എപ്പോഴും പോകുന്ന സ്ഥലം റെഡ് ബ്രിഡ്ജിലെ ഫോട്ടോ ആണിത്. ഇവിടെ നമ്മൾ പോയിട്ടുണ്ട്. ഫോട്ടോ എക്സിബിഷൻ 26 മുതൽ 30 വരെ അൺഫോർഗട്ടബിൾ സമൂസക്കോണിൻ്റെ ഫോട്ടോ എക്സിബിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തെല്ലോ ഫുഡ് സ്ട്രീറ്റുകൾ, റൊട്ടിയും പിന്നെ നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു ഭൂമികളൊക്കെ ഉണ്ടായ പോലും ഇവർക്ക് ഇത് കാണുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ല. എല്ലാം നോർമലാണ്. എല്ലാം അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിടുന്നൊരു ജ്യൂസ് കുടിക്കാം. ഇനിയാവണം ചായ. നമ്മളിവിടുന്നൊരു പൊമഗ്രാനൈറ്റ് ജ്യൂസ് മേടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു ഫുഡ് ഇവർ ഉണ്ടാക്കി കൊണ്ടുവെക്കുന്നുണ്ട്. എന്തൊരു ആവിയിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവം കേട്ടോ. അപ്പോൾ പാരണിലെ ഏറ്റവും ഫേമസ് ആയിട്ടൊരു ബേക്കറിയാണ് ഈ SNP ബേക്കറി മാർട്ടൺ. SNP ബേക്കറി നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് സ്വീറ്റ്സും കേക്കെല്ലാം കിട്ടുന്ന ഒരു സംഭവമാണ് SNP ബേക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ബാങ്കോക്കിലെ മെയിനായിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്.